കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശ ഉഴുന്നുവടയാണ്. അപ്പോൾ മസാല ദോശ ഉണ്ടാക്കാനായിട്ട് അതിൽ മസാലയ്ക്ക് വേണ്ടി നമ്മൾ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് കുക്കറിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം. ഉഴുന്നുവടയ്ക്ക് വേണ്ടി ദോശമാവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അല്പം മൈദയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാരറ്റ് എല്ലാം കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഉഴുന്നുവടയുടെ പരുവത്തിന് മൈദയിട്ട് കുഴച്ച് വെച്ചേക്കുകയാണ്. ഇതൊരു 6 വടയ്ക്ക് കാണും. അത് മതി, ഇവിടെ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ. ദോശമാവിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ ഒരു അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഞാനൊരല്പം കുരുമുളകും കൂടെ ചേർത്തു. കിഴങ്ങ് വേവട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാം. അപ്പം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഉഴുന്നുവട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. വെച്ചിട്ട് നമുക്ക് തിരിച്ചിടാം. നല്ല പരുവത്തിന് വെന്തെടുത്തിട്ടുണ്ട്. എണ്ണ ഒട്ടും കുടിച്ചിട്ടുമില്ല. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയതാണ്. മസാല ദോശ ഉണ്ടാക്കിയപ്പോൾ ഒരു ഉഴുന്നുവട വേണമെന്ന് തോന്നിയുകൊണ്ട് ഇൻസ്റ്റൻ്റായിട്ടൊരു ഉഴുന്നുവട ഉണ്ടാക്കി എന്നേ ഉള്ളൂ. മസാല ദോശയ്ക്ക് വേണ്ട മസാല ഉണ്ടാക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു 1.5 സവാളയും ഒരു 4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അധികം വാടരുത്, അത് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. സവാള ലൈറ്റായിട്ട് വാടിയാൽ മതി. മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഉടച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്കൊരല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം, എന്നാലേ ഇത് മിക്സ് ആകത്തുള്ളൂ. ഒന്ന് പറ്റിച്ചെടുക്കണം. ഞാൻ വേറെ മസാലയൊന്നും ചേർത്തിട്ടില്ല. ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. വേണ്ടവർക്ക് ചേർക്കാം. മസാല ദോശയുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. ഇപ്പം നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഓയിലൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. നീളത്തിലങ്ങ് വെച്ചാൽ മതി മസാല. നമ്മുടെ മസാല ദോശ റെഡി. മസാല ദോശ, ഉഴുന്നുവട, തേങ്ങാ ചമ്മന്തി, സാമ്പാർ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുശാലാണ്. ഈ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. കണ്ടിട്ട് മാത്രം പോകരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ചെയ്യുകയും വേണം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.